ഇത് പല വീടുകളുടെയും പ്രശ്നമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അതിൻ്റെ സൊല്യൂഷനും, അതിൻ്റെ ആദ്യം പ്രശ്നം പിന്നെ സൊല്യൂഷൻ. ഓക്കെ, നമ്മളിപ്പോൾ കൂര പോലെ വാർക്കുന്ന പല വീടുകളിലും വീട്ടിനകത്ത് ലീക്കിൻ്റെ ഇഷ്യൂ കണ്ടമാനമുണ്ട്. പലയിടത്തും നമ്മൾ പോയിട്ടുണ്ട്, പലയിടത്തും നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ടുമുണ്ട്. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല. അത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന വീടിൻ്റെയും അതേ തന്നെ പ്രശ്നം ഞങ്ങൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലുള്ള കൂരകളിൽ നമ്മൾ ഓടൊക്കെ കൂര പോലെ എന്ന് വെച്ചാൽ സ്ലോപ്പിംഗ് റൂഫ് പോലെ കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ ഓട് ഫിക്സ് ചെയ്യും. കാണാൻ ഭംഗി തന്നെ, അകത്തോട്ടുള്ള ഹീറ്റൊക്കെ മാക്സിമം നമുക്ക് ഒഴിവാക്കി കിട്ടും. പക്ഷേ അവിടെയൊക്കെ പ്രശ്നം വരാൻ പോകുന്നത് ഒരു 4-5 കൊല്ലം വലിയ കുഴപ്പമൊന്നും കാണത്തില്ല. 5 കൊല്ലം കഴിഞ്ഞ് ഈ ഓടൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ ക്ലേ ആണല്ലോ, ക്രാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം ഈ റൂഫിൽ ഇറങ്ങി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ വെള്ളം, അടിയിലുള്ള വെള്ളം ഉണങ്ങുന്നത് താമസം ഉണ്ടാവും. അത് പെല്ലെ നമ്മുടെ കോൺക്രീറ്റിൽ പിടിക്കും. അത് വർഷങ്ങളോളം കഴിയും തോറും കോൺക്രീറ്റിൽ പിടിക്കുമ്പോഴത്തേക്ക് അടിയിലുള്ള സ്റ്റീൽ റസ്റ്റ് ചെയ്യും. സ്റ്റീൽ റസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അടിയിലത്തെ പ്ലാസ്റ്റർ ഡാമേജ് ആയി തുടങ്ങും. പിന്നെ ലീക്കിൻ്റെ ഇഷ്യൂ തുടങ്ങും. ഇതേ പ്രശ്നമായിരുന്നു ഈ വീടിൻ്റെയും, ഇതേ പ്രശ്നം ഈ മെയിനായിട്ടുള്ള ഈ സെൻറ്റർ ഭാഗത്തായിരുന്ന ഈ വീടിൻ്റെ പ്രശ്നം. അത് നമ്മൾ ഈ കാണിക്കുന്ന എല്ലാ പ്ലാസ്റ്ററും കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ട് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടിരിക്കുവാണ്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിന് മുന്നേ ഈ ലീക്കിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നമ്മൾ ജസ്റ്റ് പ്രോബ്ലം ഉള്ള സ്ഥലത്ത് തന്നെ മുകളിൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമുക്കത് എത്ര നാൾ നിൽക്കും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ വാട്ടർ പ്രൂഫിങ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ പറയുന്നുള്ള ആ പ്രശ്നം എവിടേക്കാണ് ലീക്കിൻ്റെ ഇഷ്യൂ, എവിടെല്ലാം റൂഫിൽ എവിടെല്ലാം ഉണ്ടോ ആ പ്രോബ്ലം നമ്മൾ ആദ്യം സോൾവ് ചെയ്യുക. ആ പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം അതിൻ്റെ കോൺക്രീറ്റിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് വാട്ടർ പ്രൂഫിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഈ ഇഷ്യൂ വരത്തില്ല. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വീണ്ടും ഈ ഓട് വീണ്ടും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ലീക്കിൻ്റെ ഇഷ്യൂ ഭാവിയിൽ വരാം. കാരണം ഓട് 4-5 കൊല്ലം കഴിഞ്ഞ് വീണ്ടും ക്രാക്കാവും. പിന്നെ അതിനകത്തൂടെ വെള്ളം ഇറങ്ങും. വീണ്ടും ഈ കമ്പിയിൽ പെട്ടെന്ന് സൺലൈറ്റ് വന്നിട്ട് ഉണങ്ങത്തില്ല, വീണ്ടും റെസ്റ്റ് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടി വേറൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ ഓട് നമുക്ക് വെക്കണം എന്നൊരാഗ്രഹം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ റൂഫിൻ്റെ അതേ ചേർന്ന് ഒരു ഫ്രെയിം, സ്റ്റീലിൻ്റെ ഫ്രെയിം, നമ്മൾ ഏത് ഓടാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത് ആ ഓടിൻ്റെ ചെറുതാണോ വലുതാണോ നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ഒരു ഫ്രെയിം ചെയ്തതിന് ശേഷം ആ ഓട് അതിൻ്റെ മേളിൽ ഫിക്സ് ചെയ്യുവാണെങ്കിലും ഈ ഓട് പൊട്ടിയാലും ഈ വെള്ളം അടിയിൽ കൂടെ ഒഴുകി പോവുകയും ചെയ്യും, കാണാൻ ഭംഗിയാവുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ കാണുന്ന ആ ഒരു ഹീറ്റ് നമുക്ക് അടിയിലോട്ട് പോകത്തുമില്ല. നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും, വീട് കാണാൻ ഭംഗിയായിരിക്കും. അഥവാ നമ്മുടെ അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം ഈ ഓടിൻ്റെ സെയിം കളർ പെയിൻറ്റ് ചെയ്ത് ഇടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ.